നമസ്കാരം. 25 മിനിറ്റ് ദൈർഘ്യമുള്ള റോഡ് ഞങ്ങളുടെ തറവാട്, റോഡ് ഈസ് അവർ റൈറ്റ് എന്ന ഈ ഡോക്യുമെന്ററി കാണാൻ എത്തിയിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികളെയും ABC ഇന്റർനാഷണലിന്റെ പേരിൽ സഹർഷം സ്വാഗതം ചെയ്യുന്നു. നമുക്കേവർക്കും സുപരിചിതമായ ഒന്നാണ് റോഡ്. അതാകട്ടെ ഗതാഗതത്തിനുള്ളതും. എന്നാൽ ഗതാഗതം മാത്രമല്ല റോഡിൽ സംഭവിക്കുന്നത്. അതിലേറെ പലപ്പോഴും പ്രേമാഭ്യർത്ഥന മുതൽ കരുതിക്കൂട്ടിയ കൊലപാതകം വരെ സംഭവിക്കുന്നു എന്നതാണ് രസകരമായ ഒരു നിരീക്ഷണം. ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളുടെ ചില ദൃശ്യബിംബങ്ങളാണ് ഇവിടെ കാണാൻ പോകുന്നത്. ഒപ്പം നമ്മുടെ റോഡിനോടുള്ള സമീപനത്തിൽ നമുക്കുണ്ടാകേണ്ട ക്രിയാത്മകമായ മാറ്റത്തെയും ഞങ്ങളിവിടെ അടിവരയിടുന്നു. ഒരു ഡോക്യുമെന്ററി ആണെങ്കിലും നിങ്ങൾ നെറ്റി ചുളിക്കാതെ ചിരിക്കുന്ന മുഖത്തോടെ കണ്ടു തീർന്നാൽ ഞങ്ങൾ സംതൃപ്തരായി. ഈ ഡോക്യുമെന്ററി ചിത്രീകരണം പൂർത്തിയായപ്പോൾ ഞങ്ങൾക്കൊന്ന് ബോധ്യമായി. One need not have an essential actor to entertain his audience. Even a road is enough. Wish you a happy viewing. ഇത് സ്വാതന്ത്ര്യം. ഇതിനെയും സ്വാതന്ത്ര്യമെന്ന് വിളിക്കാം. എന്നാൽ ഈ കാളവണ്ടിക്ക് ആ സ്വാതന്ത്ര്യമില്ല. ഇവിടെ യാത്രയ്ക്ക് ഒരു നുള്ളു വെളിച്ചവും കുടമണി ശബ്ദവും നിർബന്ധം, മറ്റുള്ളവർക്ക് കാണാനും കേൾക്കാനും. ഹായ്, നമ്മുടെ നഗരവീഥികൾ രാത്രികളിൽ കമനീയങ്ങളാണ്. നിയോൺ വിളക്കുകളുടെ വർണ്ണവൈവിധ്യത്തിൽ മുങ്ങിക്കുളിച്ച് പേടിക്കണ്ട, ഇതും റോഡ് തന്നെ. നാം അല്പം ഉള്ളിലായി പോയെന്ന് മാത്രം. നമ്മുടെ ഉൾനാടുകളിൽ നാട്ടുവെളിച്ചം എന്നേ അപ്രത്യക്ഷമായിരിക്കുന്നു. കടുത്ത ഇരുട്ടിലും നടക്കാനും വണ്ടി ഓടിക്കാനും നാം നമ്മെ ശീലിച്ചിരിക്കുന്നു. പേടിക്കണ്ട, കാടല്ല, ഇത് റോഡ് തന്നെയാണ്. കുറ്റാക്കൂരിരട്ടത്ത് കറുത്ത റോഡിൽ കറുത്ത ആന ഇങ്ങനെ നിന്നാൽ കാറിന്റെ ഹെഡ്ലൈറ്റിലല്ലാതെ എങ്ങനെയാ കാണാൻ സാധിക്കുക? പക്ഷേ ഒരു കാര്യം ഓർക്കുന്നത് നന്ന്. കറുത്ത റോഡിലൂടെ കനത്ത ഇരുട്ടിൽ റിഫ്ലക്ടർ പോലുമില്ലാതെ ആനയെ പാപ്പാൻ പിടിച്ചുകൊണ്ടു പോകുന്നത് മരണത്തിന്റെ ഗർത്തത്തിലേക്ക് തന്നെയാണ്. ഇനി ഇത് റോഡിന്റെ പകൽ ദൃശ്യം. ഇവിടെ ഇപ്പോൾ ഇരുട്ടില്ല. എന്നാൽ ഈ റോഡിൽ സഞ്ചരിക്കുന്ന പലർക്കും സാമാന്യബോധമില്ല. സർക്കസ് ആണെന്ന് കരുതിയെങ്കിൽ തെറ്റുപറ്റി. ഇത് കേശവന്റെ റോഡ്. റോഡിലൂടെ പോകുമ്പോൾ കേശവന് കാൽക്കീഴിൽ സൈക്കിളും തോളത്ത് നീളമുള്ള ഏണിയും നിർബന്ധം. എന്നാൽ ആ മുനകളിൽ ഒളിഞ്ഞു നിൽക്കുന്ന മരണത്തിന്റെ സൂചന. കേശവന് സൈക്കിളിൽ ഏണി കൊണ്ടുപോകാമെങ്കിൽ ഞങ്ങൾക്ക് സ്കൂട്ടറിൽ കഥവും കൊണ്ടുപോകാം. വേണ്ടി വന്നാൽ വീട് തന്നെ ഞങ്ങൾ സ്കൂട്ടറിൽ കൊണ്ടുപോയിരിക്കും. ആരുണ്ട് ചോദിക്കാൻ? പക്ഷേ മുനകളിൽ ഒളിഞ്ഞു നിൽക്കുന്ന മരണത്തിന്റെ സൂചന. നമ്മുടെ നാടിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി അഭിവൃദ്ധിയുടെ കാര്യം പോലെ റോഡിനെ സഞ്ചാരയോഗ്യമല്ലാതാക്കുന്ന ഈ പ്രവണത മാറിയേ പറ്റും. ലക്കും ലഗാനുമില്ലാതെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതിനെ പൊതുജന ശല്യമെന്നേ പറയും. മരണത്തിന്റെ മുന വീണ്ടും സജീവമായി റോഡിലേക്ക്. മരണത്തിന്റെ മുന ശിരസിൽ പേര് നടക്കാൻ ഓട്ടോറിക്ഷയ്ക്കും ഒരു പ്രത്യേക കൗതുകമാണ്. മനസ്സിലാകാത്തൊരു കാര്യം, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്നുള്ള നിയമം വാഹന ഗതാഗതത്തിൽ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ, റോഡിലോട്ട് വാടാ. അതെ, ഇവിടെ ഏത് പ്രശ്നത്തിനും പരിഹാരം റോഡിൽ തന്നെ. കിടക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റാൽ കടച്ചായ മുഖ്യം. ഒപ്പം ലോക്കൽ രാഷ്ട്രീയവും അല്പം പരദോഷണവുമായാൽ പ്രഭാതമുഷ.
നിങ്ങൾ കുളിച്ച് തീർത്തോളിയും പിള്ളേരെ. ഉള്ള നേരം കൊണ്ട് മറിയച്ചേട്ടത്തി തുണിയൊക്കെ റോട്ടരിയിലിട്ട് ഉണക്കോട്ട്. വണ്ടികളൊക്കെ അതിന്റെ പാട്ടിന് വെക്കോളുന്നേ. ആഹാ, ഇത്രയും ആകാമെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഒരാൾക്ക് കൊപ്ര ഉണക്കിക്കൂടാ, അതും റോഡിൽ? കാരണം റോഡ് ഞങ്ങളുടെയും സ്വന്തം. സ്ക്രൂ ഡ്രൈവറിന്റെ മൂർച്ച കൂട്ടാനാണെങ്കിലും ഈ റോഡ് ഞങ്ങളുടെ സ്വന്തം. വണ്ടികളൊക്കെ അവിടെ നിന്നാട്ടെ, ഞങ്ങൾ പറയുമ്പോൾ പോയാൽ മതി. തൽക്കാലം ഞങ്ങൾക്ക് കുറച്ച് സാമൂഹിക പ്രശ്നങ്ങൾ തീർക്കാനുണ്ട്. അതിനുള്ള വഴിയും ഈ റോഡ് തന്നെ. റോഡ് ഞങ്ങളുടെ തറവാട് എന്ന് അവകാശപ്പെടുന്ന കാര്യത്തിൽ ഈ ഓടി വരുന്ന കള്ളന് മുൻപന്തിയിലാണ്. ഈ റോഡിൽ നടന്ന ഒട്ടുമിക്ക അപകട മരണങ്ങളുടെ കോൺട്രാക്റ്റും ഇദ്ദേഹത്തിനായിരുന്നു. ഇതുപോലുള്ള കോൺട്രാക്ടേഴ്സ് വേറെയുണ്ടെന്ന് വെച്ചോളൂ. എന്നാൽ കലശലായ കുറ്റബോധം ബാധിച്ച് ആത്മഹത്യ ചെയ്താലോ എന്നാണ് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആലോചന. എന്നാൽ ഒരു വിശ്വാസം, ഓരോ നായയുടെയും മരണത്തിന് കാരണമാകുന്ന ഓരോ വാഹനമുണ്ട്, അതിന് പ്രത്യേകമായ നമ്പരുമുണ്ട്. എന്റെ നമ്പർ എവിടെ പോയാവോ? ഏയ്, ഇതല്ല. ഇതോ? വെള്ളവണ്ടി കയറി ചാവുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. ഈ ഉണക്കവണ്ടിയൊന്നും എനിക്ക് വേണ്ട. മരിക്കാൻ കിടന്ന അത് സമ്മതിക്കില്ല. നായ നക്കുന്നതിന് മുമ്പ് ജീവിതം തീർന്നു കിട്ടാൻ സഹായിച്ചവർക്ക് നന്ദി പറയുകയാണ് ഈ പഴയത്. ഒരു ഗതികേടേ ഉള്ളൂ. ഈ നിലയിൽ എത്ര ദിവസം കിടന്നാലും ഒരു മൃഗസ്നേഹി പോലും ഈ മൃതദേഹത്തോട് സാമാന്യ മര്യാദ പോലും കാണിക്കില്ല. ശാന്തി തുളുമ്പി നിൽക്കുന്ന ഈ റോഡ് കണ്ടിട്ട് സമാധാനിക്കേണ്ട. മറവിൽ നിങ്ങൾക്കായി ഒരു ദുരന്തം കാത്തിരിക്കുന്നു. സോക്രട്ടീസ്, റോഡിന്റെ സോക്രട്ടീസ്. റോഡ് ഇയാളുടെയും സ്വന്തമാണ്. ഭാരതത്തിന്റെ ഭരണചക്രം എങ്ങനെ തിരിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആലോചന. ചക്രം ഞങ്ങളുടെ കാൽ കീഴിൽ ഭദ്രം. ചിന്തകന്മാർ എന്തു വേണമെങ്കിലും ചിന്തിച്ചോട്ടെ. ഞങ്ങൾ ബാല്യത്തിന്റെ ചിത്രശലഭമാണ്. പിന്നെ റോഡിലൂടെ വണ്ടികൾ, അവർ വേണമെങ്കിൽ നോക്കിയും കണ്ടും പോയിക്കൊള്ളട്ടെ. ഇത് ഒരു ഉത്സവ പറമ്പാണെന്ന് തോന്നിയേക്കാം. എന്നാൽ തിരക്കേറിയ ഒരു റോഡാണ്. ഫോൺ ചെയ്ത് വരുന്ന ആളിനെ കണ്ടാൽ അദ്ദേഹം ഇന്നലെ രാവിലെ ഈ റോഡ് സ്വന്തമായി വാങ്ങിയെന്ന് ഒരുപക്ഷെ തോന്നിയേക്കാം. ചുറ്റുപാടും പോകുന്ന വാഹനങ്ങളോ ആൾക്കാരോ ഈ വ്യക്തിയെ ബാധിക്കുന്നേയില്ല. അദ്ദേഹം തൻ്റേതായ ലോകത്തിലാണ്. ഒഴിവുള്ള മറ്റേ ചെവിയിൽ ആരെങ്കിലും ഇത് ഒരു റോഡാണെന്നുള്ള യാഥാർത്ഥ്യം ഈ മാന്യനെന്ന് ബോധിപ്പിച്ചിരുന്നെങ്കിൽ. ഈ മരണവാർത്ത കാണുമ്പോൾ ആരെങ്കിലും ഇതിന്റെ പിന്നാമ്പുറം അറിയുന്നുണ്ടോ? റോഡ് നിയമങ്ങൾ ധാരാളം. എന്നാൽ അവയെ ലംഘിക്കുക എന്നുള്ളതാണ് പലരുടെയും ലഹരി. ഈ ഉദ്യോഗസ്ഥൻ അറിയുന്നുണ്ടോയെന്നറിയില്ല. എങ്കിലും ആക്ഷൻ സിനിമയെ അതിശയിപ്പിക്കുന്ന സംഘട്ടന രംഗങ്ങൾ അരങ്ങേറുന്നതും ഈ റോഡിൽ തന്നെ. അവരെ മറന്നേക്കുക, പാപം സാധാരണക്കാർ. എന്നാൽ അഭ്യസ്തവിദ്യരായ ആൾക്കാരും അവരുടെ ധാർമ്മിക രോഷം വെളിപ്പെടുത്തുന്നതും
റോഡ് നിയമങ്ങളിലൂടെയാണ്. ഈ നാട് നന്നാവൂല. കൊച്ചു പോകുന്നുണ്ടോ കൊച്ചു പോവല്ല ഈ പറയുന്നത്. ഈ ദമ്പതികളെ സംബന്ധിച്ച് റോഡെന്ന് പറയുന്നത് വീട്ടിലെ ബെഡ്റൂം പോലെയാണ്. വിഷയം അമ്മായിയമ്മയാണ്. അതുകൊണ്ടാണ് സംസാരത്തിന് ഇത്ര കൊഴുപ്പ്. ആ ലഹരിയിൽ ചുറ്റുവട്ടത്തുള്ള വാഹനങ്ങൾ അവരറിയുന്നതേയില്ല. ഫലമോ പിറുപിറുക്കുന്ന വാർദ്ധക്യം. ആ പരാതി കേൾക്കാനാകട്ടെ ഈ റോഡ് മാത്രം. രാവിലെ അമ്പലത്തിൽ പോയതുകൊണ്ട് മോളെ ഒരുക്കാൻ സമയം കിട്ടിയില്ല. ഇപ്പൊ ഇവിടെ ആകാം. ഇനി അമ്മയ്ക്ക് ഒരുങ്ങാനും കുഞ്ഞിന് മാമ ഉണ്ണാനും റോഡ് തന്നെ ശരണം. പൊട്ടിവിടരുന്ന പ്രണയം. റോഡ് ഞങ്ങളുടെ സ്വന്തം. ആ, ഇതിന്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നു. റോഡ് ഇവന്റെയും സ്വന്തം. പലപ്പോഴും നാം വീക്ഷിക്കാറുള്ള നിയമവിരുദ്ധമായ ഒരു റോഡ് ദൃശ്യം, അവിശുദ്ധമായ ഒരു കൂട്ടുകെട്ട്. തട്ടുകടയിൽ ചായയും കുടിച്ചു പറയേണ്ട കാര്യങ്ങളാണ് ഈ മാന്യന്മാർ റോഡിൽ പറഞ്ഞു തീർക്കുന്നത്. ഒരുപക്ഷെ കയ്യാങ്കളിയിലും എത്താൻ. എത്രയും പെട്ടെന്ന് ഇവരെ മാനസിക രോഗാശുപത്രിയിൽ എത്തിക്കുക. സന്ധ്യയ്ക്ക് കരയാനുള്ള സീരിയൽ തയ്യാറാക്കി എടുക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ കുറച്ചു നേരം ഞങ്ങൾക്കും റോഡ് സ്വന്തമാക്കിയേ പറ്റൂ. റോഡ് താരങ്ങളുടെയും സ്വന്തം. ഇങ്ങനെ ഓരോരുത്തരും റോഡ് സ്വന്തമാക്കാൻ തുടങ്ങിയാൽ അതുമൂലം ബുദ്ധിമുട്ടുന്ന ഒരു നല്ല ശതമാനം ആൾക്കാരും നമ്മുടെ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം നാം മറക്കാൻ പാടില്ല. എന്തിനു പറയുന്നു? ഈ മനുഷ്യന് ആശുപത്രി എത്തേണ്ടതാണ്. എന്നാൽ ഇപ്പോൾ ട്രാഫിക് നിയന്ത്രണം ഈ മേക്കപ്പ് മാൻ്റെ കയ്യിലാണ്. എവിടെയോ തീ പിടിച്ചിട്ടുണ്ട്. എന്നാൽ സ്വന്തം കർത്തവ്യം നിർവഹിക്കാനാവാതെ നോക്കി നിൽക്കുകയാണ് ഈ അഗ്നിശമന സേന. പുറം രാജ്യങ്ങളിൽ ഓഫീസ് സമയത്ത് റോഡുകൾ ശൂന്യമായിരിക്കും. എല്ലാവരും പണിത്തിരക്കിലാണ്. എന്നാൽ നമ്മുടെ കവലകളിൽ എപ്പോഴും ജനപ്രളയമാണ്. റോഡുകൾ ഇവിടെ രാഷ്ട്രീയക്കാരന്റെ വോട്ട് ബാങ്ക് ആകുന്നത് ഇത്തരത്തിലാണ്. ഒരു കാര്യം വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ വിമർശിച്ചാലും നാടിന്റെ പുരോഗതി തന്നെയാണ് എന്റെയും നമ്മുടെ പാർട്ടിയുടെയും ലക്ഷ്യം. വികസന പ്രവർത്തനങ്ങളുമായി നാം മുന്നോട്ട് പോയേ പറ്റൂ. റോഡിൽ കല്ല് പെറുക്കി വെച്ചാൽ എങ്ങനെ മുന്നോട്ട് പോകാനാണ്? കഷ്ടം. വീട്ടിൽ സ്വീകരണ മുറിയിൽ അഴുക്കു വസ്ത്രങ്ങൾ തൂക്കുന്നതിന് തുല്യമാണ് പൊതു റോഡിലൂടെ ചവറുകൾ ഇത്രയും പരസ്യമായും അലക്ഷ്യമായും കൊണ്ടുപോകുന്നത്. ശുചിത്വം ദൈവീകതയുടെ മറ്റൊരു മുഖമാണെന്ന് വിശ്വസിക്കുന്നു. എന്നാൽ ക്ഷേത്ര പരിസരങ്ങളിൽ പോലും ഇന്ന് മാലിന്യങ്ങൾ കുന്നുകൂടുകയാണ്. പുല്ല് തിന്നു വളർന്ന പശുവിനും ഇന്ന് ചവറ് തിന്നേണ്ട ഗതിയാണ്. ചവറ് തന്നെ വേണമെന്നില്ല, പകത്തൊലി ആയാലും മതി. വേണ്ടാത്തതെന്തും വലിച്ചെറിഞ്ഞ് ഞങ്ങൾ റോഡ് കുപ്പത്തൊട്ടിയാക്കും. ഒന്ന് മിനിങ്ങിയാൽ 10 പേര് അറിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ രസം? ഒറ്റ മാർഗമേ ഉള്ളൂ, റോഡിലേക്ക് ഇറങ്ങുക. എന്താ ഇറങ്ങിയ റോഡ് എന്റെയും തറവാട്. ഏറ്റില്ലെന്ന് തോന്നുന്നു. ഒന്നുകൂടെ പിടിപ്പിച്ചേച്ചും വരാം.
സിനിമാക്കാർക്കും രാഷ്ട്രീയക്കാർക്കും റോഡ് പരസ്യത്തിനുള്ളതാണ്. അയ്യേ, എന്താ ഇത്? ഓ, പരസ്യമായിരുന്നു അല്ലേ? അല്ല, ഇത് കണ്ട് ഇത്ര നാണിച്ചാൽ ഇത് കണ്ടാൽ നിങ്ങളൊരു പക്ഷേ കണ്ണടയ്ക്കേണ്ടി വരും. രാത്രികാലങ്ങളിൽ ദീപാലങ്കാരത്തോടെ ലൈംഗികതയെ പ്രദർശിപ്പിച്ച് ഞങ്ങൾ കച്ചവടം നടത്തും. പക്ഷെ ഒന്നുണ്ട്, റോഡ് വണ്ടി ഓടിക്കാനുള്ളതാണെങ്കിൽ വണ്ടി ഓടിക്കുന്ന ഒരാളുടെയെങ്കിലും ശ്രദ്ധ തെറ്റിയാൽ നഷ്ടപ്പെടുന്ന ആ ജീവിതത്തിന് ആര് സമാധാനം പറയും? ഇവളോ? എന്തിന് നമ്മളായിട്ട് കുറയ്ക്കുന്നത്? ഉത്സവമെങ്കിൽ ഉത്സവം ഇരിക്കട്ടെ, വർഷത്തിൽ ഒരിക്കലല്ലേ ശല്യപ്പെടുത്തുന്നുള്ളൂ. ക്രിസ്മസും വർഷത്തിൽ ഒരിക്കലല്ലേ ഉള്ളൂ. ആ നിലയ്ക്ക് റോഡിൽ തന്നെയാവും. ജീവിതം ഒരു നൂൽപ്പാലമാണെന്ന് ബാല്യം തിരിച്ചറിയുന്ന നിമിഷം, അതും റോഡിൽ തന്നെ. എനിക്ക് എന്റെ സർക്കസ് റോഡിലേ കളിക്കാൻ പറ്റൂ. എന്താണോ, എന്റെ അപ്പേടായെ കാശില്ല. കണ്ടില്ലേ, ഞാനുണ്ടെന്ന പാത്രത്തിലാവുമ്പോ താളം കൊട്ടുന്ന. ഇത് കണ്ട് റോഡേ പോകുന്ന മാമാര് കാശ് തന്നാലേ എന്റെ കുഞ്ഞാക്ക് പാല് വാങ്ങാൻ പറ്റൂ. റോഡെ എത്ര വണ്ടിയാണ് പൊക്കോട്ടെ, എനിക്കൊരു പിണക്കവും ഇല്ല. പക്ഷേ എന്റെ സർക്കസ് മുടക്കരുത്. ഏതായാലും അറവുശാലയിലേക്കുള്ള യാത്രയപ്പാണെന്നത്. ഈ നിമിഷമെങ്കിലും അല്പം മനുഷ്യപ്പറ്റ് ഈ മിണ്ടാപ്രാണികളോടാവരുത്. റോഡിന്റെ വിരിമാറിൽ നടക്കുന്ന ഈ ക്രൂരതാ പ്രകടനത്തിന് വിധേയമാകേണ്ട ഗതികേട് ഗോമാതാവിന് മാത്രമല്ല, ഗജവീരനുമുണ്ട്. ഗജപൂജയും ഗജമേളയുമൊക്കെ നടത്തുന്ന ഭക്തി കോമരങ്ങളാണ് ഇവിടെ ആനയെ ഇടുങ്ങിയ ലോറിയിൽപ്പെടുത്തി ഞെരുവിരി കൊള്ളിച്ച് ശ്വാസം മുട്ടിക്കുന്നത്. ഗജരാജ പട്ടം കെട്ടിയാലും ഗജരാജന്റെ ഗതികേടും. ഇവിടെ സംസ്കാരമില്ലായ്മ മറ്റ് യാത്രക്കാരിലേക്ക് സംക്രമിപ്പിക്കാനാണ് ഇക്കൂട്ടർ റോഡിനെ ദുർവിനിയോഗം ചെയ്യുന്നത്. കണ്ടില്ല, കരിക്കിൻ കുലകൾ കെട്ടിത്തൂക്കും പോലെ ജീവനുള്ള കോഴികളെയും സൈക്കിളിൽ കെട്ടിത്തൂക്കി യാത്ര ചെയ്യാമെന്ന് തെളിയിച്ച ഈ ചെറുപ്പക്കാരന്റെ തന്റെ ഇടത്തെ നമുക്ക് അഭിനന്ദിക്കാം. അയാളുടെ മുഖത്തും എഴുതി വെച്ചിട്ടുണ്ട്, റോഡ് ഞങ്ങളുടെ തറവാണ്, ഇതും ചെയ്യും, ഇതിനപ്പുറവും ചെയ്യും. എന്തു വേണമെങ്കിൽ ചെയ്തു. പക്ഷേ റോഡുകളെ കൊലപാതകത്തിനായി ഉപയോഗിക്കരുത്. ക്രൂരകൃത്യങ്ങളെ റോഡിന്റെ മറവിൽ നടത്തിയെടുക്കുന്ന ഈ അധമന്മാർ ക്ഷീരമുള്ള ഒരകിടിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിന്റെ കൗതുകം എന്ന പഴമൊഴി നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇതുകൊണ്ടും തീർന്നില്ല. പോലീസും പൊതുജനവും തമ്മിലുള്ള തെരുവ് യുദ്ധങ്ങൾ, ജാഥാ പ്രകടനങ്ങൾ, ഈശ്വരനെ തേടിയുള്ള ഭക്തിമാർഗങ്ങൾ, അക്രമം, കൊള്ളിവെപ്പ്, ലാത്തിച്ചാർജ്, ആത്മീയ ഘോഷയാത്രകൾ, അവകാശ സമരങ്ങൾ, മനുഷ്യ ചെങ്ങലകൾ, അപകടങ്ങൾ, അപകട മരണങ്ങൾ. ഈ ദൃശ്യങ്ങൾ ദിനവും കണ്ട് റോഡിന്റെ മനസാക്ഷി മരവിച്ചു കഴിഞ്ഞു. റോഡിനെ
കൊട്ടാരമായി കാണുന്നവരുമുണ്ട്. റോഡിൽ കുടുംബ സ്വപ്നങ്ങൾ പതിവായി തകർക്കുന്നവരുമുണ്ട്. ദാ മകന് സ്കൂളിൽ കൊണ്ടുപോകേണ്ട പുസ്തകവും മകളുടെ പിറന്നാളിനുള്ള വിഭവങ്ങളും റോഡിന് സ്വന്തം. ഈ മനുഷ്യന് വേണ്ടി ഒരു കുടുംബം കാത്തിരിക്കുന്നു എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്ന മറ്റൊരു ഓർമ്മ. ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ കൊച്ചു പോകുന്നതിന്റെ മോൻ കൊച്ചു ഗോപാലൻ. ഞാൻ വെള്ളം അടി നിർത്തി കേട്ടാ. നിർത്തിയപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്. റോഡ് നമ്മുടെ തറവാടല്ല, റോഡ് സർക്കാരിന്റെയാ. അപ്പൊ ആരാ ഈ സർക്കാർ? സർക്കാരാണ് നമ്മള്, നമ്മളാണ് സർക്കാർ. നമുക്കിനി ഒരു തീരുമാനമെടുക്കാം. ഈ ദൃശ്യങ്ങൾ ആവർത്തിക്കാതിരിക്കാം. എങ്കിൽ നമുക്കും റോഡിലെ യാത്ര ആഘോഷിക്കാം സർവതന്ത്ര സ്വാതന്ത്ര്യത്തോടെ.